ആ ഹലോ ഹലോ നമസ്കാരം. ഇവിടെ അല്ലേ? ഓ പിന്നെ ഞാൻ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലെ ഗ്രേഡേഴ്സ് ആണേ, രാജപാളയം. അതൊരു പട്ടിയുടെ പേരല്ലേ? അത് രാജപാളയം, ഇത് രാജൻ പാളയം. അങ്ങനെയാണ്. അപ്പൊ ഞാനേ ഇതാണോ ഈ അളിഞ്ഞു പൊളിഞ്ഞതിൽ ഷീജയുടെ വീട് തല്ലിയോ? അയ്യോ, അളിഞ്ഞു പൊളിഞ്ഞല്ല, ആഞ്ഞില് വളഞ്ഞതിൽ ഷീജയുടെ വീട് ഇതാണോ? ഇതല്ല. ഞാൻ വന്ന എന്തിനാന്ന് വെച്ചാലേ, ഒരു 10 വർഷം മുമ്പായിട്ട് ഞാനന്ന് കോൺസ്റ്റബിളാ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്തേ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു പരാതി കിട്ടി. ഈ പെങ്കൊച്ചി ഷീജ എന്ന് പറഞ്ഞ പെങ്കൊച്ചിൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ നാട് വിട്ട് എവിടെ പോയി. ഈ 10 വർഷം കഴിഞ്ഞിട്ടും അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ ഇവനെ സത്യം പറയാൻ ഞാൻ 1 മാസം കഴിയുമ്പോൾ ഞാൻ റിട്ടയർഡ് ആകുക ഞാനേ. അപ്പോൾ ഞാൻ ഇത്രയും കാലം സർവീസിൽ നന്നായിട്ട് നിന്നു. അപ്പോൾ ഈ ഒരു കേസ് കൂടെ തെളിയിച്ചിട്ട് അങ്ങ് പോയാൽ എൻ്റെ തൊപ്പിയിൽ ഒരു പൊന്തൂവൽ കൂടി. അപ്പോൾ തെളിയിക്കാതെ പോയാൽ അതല്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവമേ, യവനെ തപ്പി ഞാൻ പോകാത്ത സ്ഥലമില്ലെന്ന്. ഞാൻ എവിടെല്ലാം പോകുന്നത്, ഞാൻ ആന്ധ്രാപ്രദേശ്, കർണാടക, അങ്ങനെ പോണെങ്കിൽ ആഗ്രഹം പോകണം കേട്ടോ. എന്തോ രസമാണെന്നറിയോ. അയ്യോ, നമ്മൾ അവിടെ പോകുമ്പോൾ അവിടുന്ന് റൈറ്റ് കയറുമ്പോൾ ഒരു തട്ടുകടയുണ്ട്. അവിടുത്തെ ദോശ, അവിടുത്തെ ആ ചേച്ചിയോ ആചുക്കും മുചുക്കും അമ്മാട്ടി ആണെന്ന് ഞാൻ പിന്നെ എനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി തപ്പണമെന്ന് ആഗ്രഹമായിട്ട് ഞാൻ KS പ്രസാദിന്റെ ട്രൂപ്പിൽ മിമിക്രിയാന്ന് പറഞ്ഞ് കയറി. അതാകുമ്പോൾ പുള്ളിക്ക് ഗൾഫിൽ അങ്ങനെ പോയി. എന്നിട്ട് അവസാനം എവനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടത്തില്ല. പക്ഷേ ഈ 1 മാസം കഴിയുമ്പോൾ റിട്ടയർ ആകുമ്പോൾ എനിക്കത് ഒരു മോശക്കേടല്ലയോ. അതുകൊണ്ട് ചെവി ശിവനും അറിയേണ്ട ഒരു പണി ഒപ്പിച്ചേച്ച് നിൽക്കുക. ഈ പെങ്കൊച്ചിൻ്റെ ഭർത്താവിനെ ആന്ധ്രാപ്രദേശിൽ വെച്ച് ശമമായിട്ട് എനിക്ക് കിട്ടി, ഡെഡ് ബോഡി ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ച് കേസ് ക്ലോസ് ചെയ്യാനായിട്ട് വന്നേക്കുക. അപ്പോൾ ദൈവത്തെ വിചാരിച്ച് അങ്ങനെ ഞാൻ ഒപ്പിക്കുക. അതിൻ്റെ ഇടയിൽ കയറി വരരുത് ഭഗവാനെ വിചാരിച്ച് കേട്ടോ. അപ്പം ബോംബെ വെച്ച് എനിക്ക് കിട്ടി എന്ന് ഞാൻ ആക്കുക ഡെഡ് ബോഡി. ഓക്കെ, ഞാൻ വിളിച്ചു നോക്കട്ടെ കേട്ടോ. താരടി ഈ ലവ് ബേർഡ്സിന്റെ കൂടുതൽ മഞ്ഞ ലവ് ബേർഡ്സ് ഇല്ല ലവ് ബേർഡ്സ്. അതെ, ആരുമില്ലേ അവിടെ? ഒന്നൊന്ന് വരാം ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ, ഞാൻ ഈ അടുക്കള പിന്നെ അപ്പുറത്തിരിക്കും. പിന്നെ നിന്റെ ഇന്ന് കുടംപുളി കടം മേടിക്കാൻ വന്നാൽ നിന്റെ അപ്പുറത്തെ വീട്ടിലെ ദാച്ചാണിയല്ലേ നിന്റെ അടുക്കള. ഇറങ്ങി വരാൻ പറ്റത്തില്ല, ഞാൻ മീൻ വെട്ട് വന്നു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ, ഇത് അത്യാവശ്യം പറഞ്ഞില്ല. എന്തോ കൊച്ചു വാടി. ചെറിയ വീടാണേലും വലിയ ഏതോ വില കൂടിയ പട്ടിയുണ്ട് കേട്ടോ. എന്റെ പൊന്നെ സാറേ, എനിക്ക് ഇയർബാൽസ് സാറേ, എന്നെ ദൈവത്തെ ഓർത്ത് അറസ്റ്റ് ചെയ്തോണ്ട് പോവല്ലേ സാറേ. നിർത്തേട് കൊണ്ട് ചെയ്തു പോയതാ സാറേ. ഞാൻ അവളോട് പറഞ്ഞത് അങ്ങനെ ചെയ്യല്ലേ, തൊഴിലുറപ്പിന് പോവാ വീട്ടിൽ തിരിച്ചു വരുവാന്ന്. എന്നെ പ്രലോഭിച്ചിട്ടാ സാറേ ഞാൻ 2 മാങ്ങ, 1 തേങ്ങ, 2 അടക്കയൊക്കെ എടുത്തത്. അതല്ല അയ്യോ, ദൈവവിശ്വാസിയാ ഞാൻ. എല്ലാ തിങ്കളാഴ്ച അമ്പലത്തിൽ പോവും. അങ്ങനെ ഒരു പ്രഭാതത്തിൽ അമ്പലത്തിന്റെ ഫ്രണ്ട് വെച്ച് പൂ വെച്ചൊരു ചെരുപ്പ്, അതിൽ ഒരെണ്ണേ ഞാൻ എടുത്തോളൂ, മേടിച്ചാളേ ഇട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ. ശങ്കുണ്ണിയുടെ മോനെ വരട്ടി 10 രൂപ മേടിച്ച് ദാഹിച്ചിട്ട് വെച്ചപ്പോ ചെറുക്കൻ തന്നില്ല, ഒരൊറ്റ കിഴുക്ക. അങ്ങനെ ചെറുക്കൻ തന്നു, വെള്ളം കുടിച്ചു, അത്രേ ഉള്ളൂ. എന്തോരം കേസുകളാ ഇവിടെ. സത്യം പറഞ്ഞാൽ കൊതിയാകുമ്പോ സ്റ്റേഷനിൽ പോലും ഇത്രയും കേസില്ല. ഞാൻ അടുത്ത മാസം റിട്ടയർഡ്. ഞാൻ അതിന്റെ കാര്യത്തിലാണ് തോന്നേ. ഞാൻ പറയുന്നതിന് ചാടിക്കറി അങ്ങോട്ട് എന്തോ പാവത്തുകാരിയാ സാറേ ഞാൻ. പാവത്തുകളായിട്ടാണ് ഈ നൈറ്റിക്കകത്ത് മുതൽ വജ്രക്കല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞില്ലേ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന മീനിന്റെ ചെതമ്പല്. മീൻ്റെ എന്തോ മീൻ കിട്ടിയെന്ന്? നല്ല നെയ്ച്ചാള. നെയ്ച്ചാളയാണോ? പിന്നില്ലയോ. അയ്യോ, നെയ്ച്ചാളയാണെ എണ്ണ ഒഴിക്കരുത്. എണ്ണ ഒഴിച്ചാ പോയി. ഈ നെയ്ച്ചാള നല്ലോണം വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് നേരെ ഒരു ശകലം മഞ്ഞൾ, ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് നേരെ നല്ല പച്ചക്കുരുമുളക് അരച്ചങ്ങ് തേക്കണം. എന്നിട്ട് ആ പാനിനകത്തോട്ട് ഇങ്ങനെ നെയ്യങ്ങ് ഇറങ്ങി അതിനകത്ത് കിടന്ന് വേവും. അപ്പൊ നമ്മൾ ഈ തൊണ്ടവേനയ്ക്ക് തൊണ്ട വെള്ളം കൊള്ളുന്ന പോലെ ഇങ്ങനെ ആ ശബ്ദം അങ്ങനെ തിളച്ചെടുത്താണ്ടല്ലോ, ഇങ്ങനെ വാല വെച്ചിട്ട് കൂരി ആ മുള്ളം കളഞ്ഞാൽ മതി. അതുപോലെ രസമാണ് നെയ്ച്ചാള. ഞാൻ എവിടെ പോകും എന്ന് പറഞ്ഞാൽ ഇപ്പൊ മേടിച്ച് വെക്കണ്ടായോ. ഇപ്പൊ ഞാനത് എനിക്ക് പറ്റുമോ? എന്നെ കൊണ്ട് പറ്റത്തില്ല, അങ്ങോട്ട് മേടിക്കണമായിരുന്നു. നിന്റെ സ്ഥിരം പണിയായിട്ട് ഞാൻ കടയിൽ പോകുമ്പോ ഓരോന്നോരോന്ന് പറയും. എല്ലാം കൂടെ നിനക്ക് ലിസ്റ്റ് എന്താ? ഞാൻ പിള്ളേരെ കാര്യം നോക്കണം, അത് നോക്കണം. എന്തോന്ന് നിനക്ക് രാവിലെ ഉള്ളതാന്ന്. ഞാൻ ജോലിക്ക് ഇറങ്ങുമ്പോൾ നിനക്ക് ഒരു ബഹളം ഉള്ളതാണ്. നിനക്ക് ഈ ഒരു കാര്യം ഞാൻ ആ ഷീലയുടെ വീട്ടിൽ പോയാൽ ആ പച്ചക്കുരുമുളകാൻ എടുത്തോണ്ട് വരാം. നിന്റെ ഭർത്താവാ ഞാൻ പറഞ്ഞപ്പോ നീ ഒരു ആക്ഷൻ ഇട്ടു, ഞാനൊരു റിയാക്ഷൻ ഇട്ടു. അതിനിപ്പോ അതൊക്കെ ഞാൻ പിടിക്കുന്നുണ്ടോ? എന്റെ വീട്ടിൽ കൊണ്ടൊരു പെണ്ണുമുള്ള അല്ല ഇവിടെ വരിക. ഞാൻ കോമാളി കളിക്കുവാന്ന് ഞാൻ. അതെ നിങ്ങളും വിചാരിക്കും ഞാൻ കോമാളി കളിക്കുന്നു. പക്ഷെ ഇത് പോലീസിന്റെ ഒരു നയമാണ്, ഒരു ട്രിക്ക്. നമ്മൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നവരാ. അല്ല, എനിക്ക് കോമാളി കളിക്കേണ്ട ആവശ്യമില്ല.
അല്ല ഒരുത്തന് മുമ്പിൽ നമ്മൾ ഒരു കോമാളിത്തരത്തിന്റെ ആവശ്യം ഞാൻ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ ട്രിക്കാണോ? അതൊക്കെ പോലീസിനെ ട്രിക്കാ. മര്യാദയ്ക്ക് കാണിക്കാൻ പൊളിക്കുന്നവനെ കേട്ടോ. ഇത് പറയില്ലേ ഒന്നേ കൊണ്ട് നടക്കുന്നു. വെള്ളത്തിലെടുത്താ പൊക്കരുത് ഞാൻ ജീപ്പിനകത്തിട്ടുണ്ട് പോകുന്നതാണ്. എന്തോ പൊക്കരുത് ഞാൻ ജീപ്പിനകത്തിട്ടുണ്ട് പോകുന്നു കേട്ടോ. വെള്ളച്ചിലെടുത്താൽ ഇനി മടക്കരുത്. ഒരു കൈക്ക് 3 മടക്കുള്ളൂ. നിയമം എന്നെ പഠിപ്പിക്കരുത്. നിയമം എന്നെ പഠിപ്പിക്കാൻ നിക്കരുത്. അതിന് മീമൊക്കെ ഞാൻ തന്നെ നിന്നെ പഠിപ്പിക്കുന്നു. നിയമൊക്കെ അതൊക്കെ വിട്. നിയമമൊക്കെ എനിക്ക് കുറെ അറിയാം സാറേ. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ വനിതാ പോലീസ് വരണം. വനിതാ പോലീസ്. 36 വർഷമായിട്ട് ഞാൻ സർവീസിൽ കയറി. ഇതിനിടയ്ക്ക് കൊള്ളാവുന്നതും കൊള്ളരുവാത്ത ഒരുപാട് പണി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു സിഗരറ്റും തോന്നിയിട്ടില്ല കേട്ടോ. നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വരികയാണ് അടി. എടി വനിതാ പോലീസ് ഇല്ലാതെ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലയോ? എനിക്കൊന്ന് കാണണം. കയ്യും കാലും കൂട്ടിക്കെട്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ അറിയാം. വെളച്ചിലെടുത്താൽ എന്നോട് വനിതാ പോലീസ് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല പോലും. ഇപ്പൊ കോമാളി കളിക്കുന്നത് ഇതാ ഞാൻ വല്ല കോമാളിത്തരം കാണിച്ചോ? അങ്ങനെ കോമാളിത്തരം എനിക്ക് വേണം. എന്തെല്ലാം കോമാളിത്തരം അങ്ങനത്തെ ഒരുത്തരല്ലേ ഞാൻ കേട്ടോ. ഞാൻ വളരെ ഇതായിട്ടുള്ള ഉദ്ദേശം. എന്റെ പൊന്നു സാറ് എന്തോടി പാവപ്പെട്ടവളാണ് സാറേ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ദൈവത്തെ ഓർത്തു സാറേ ഈ വീടുന്നു പോകണം സാറേ. ഞാനൊരു നിരപരാധി. എന്നെ ശിക്ഷിക്കല്ലേ സാറേ. ഇങ്ങനെ പിടിച്ചാൽ ഇപ്പൊ നെഹ്റു ട്രോഫി നമ്മുടെ വരയ്ക്കാത്തിരിക്കും. നീ അണിയത്ത് കയറിക്കോ. ഞാൻ പ്രതീക്ഷിക്കാം. അല്ല നിന്റെ വെയിറ്റ് കൊണ്ട് വെള്ളം പറയുക. ഒലക്കെടുത്ത് ഇപ്പൊ തന്നെ പ്രാക്ടീസ് തുടങ്ങി. വെള്ളം കളിക്കോ.